ഓക്കെ. നമ്മുടെ നെക്സ്റ്റ് പ്രോഗ്രാം വരുന്നത് മൾട്ടി വേരിയബിൾ റിഗ്രഷൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പ്രോഗ്രാമാണ്. അപ്പം നമ്മൾ ലീനിയർ റിഗ്രഷനകത്ത് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടുന്ന ലൈബ്രറീസ് എല്ലാം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. numpy snp പിന്നെ SQL-ൽ നിന്നും ലീനിയർ റിഗ്രഷൻ മോഡൽ. അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം, എന്തുകൊണ്ടാണ് ഇവിടെ ലീനിയർ റിഗ്രഷൻ മോഡൽ യൂസ് ചെയ്തിരിക്കുന്നത്? കാര്യം നമ്മൾ മൾട്ടി വേരിയബിൾ എന്ന് പറഞ്ഞു, പക്ഷെ ലീനിയർ റിഗ്രഷൻ മോഡലാണല്ലോ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ മൾട്ടി വേരിയബിൾ ആയിക്കോട്ടെ, ലീനിയർ റിഗ്രഷൻ ആയിക്കോട്ടെ, എല്ലാം ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു ലീനിയർ റിഗ്രഷൻ മോഡലിലാണ്. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താ? ലീനിയർ റിഗ്രഷനകത്ത് ഒരു ഡിപെൻഡന്റും ഒരു ഇൻഡിപെൻഡന്റേ കാണത്തുള്ളൂ. മൾട്ടി വേരിയബിളിനകത്താണെന്നുണ്ടെങ്കിൽ ഒരു ഡിപെൻഡന്റും ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡൻസും കാണുന്നുണ്ട്. സോ സെയിം തന്നെയാണ് ലീനിയർ റിഗ്രഷൻ. ലീനിയർ റിഗ്രഷൻ ചെയ്തിരിക്കുന്നത് പോലും ടു ഡയമെൻഷനിലാണ് അത് ചെയ്തിരിക്കുന്നത്. 1 ഡയമെൻഷൻ അല്ല, 2 ഡയമെൻഷനിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ലീനിയർ റിഗ്രഷന്റെ പ്രോഗ്രാമിനകത്ത് റീഷേപ്പ് -1 എന്നൊക്കെ നമ്മൾ കൊടുത്തില്ലേ? അപ്പോൾ അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഒറ്റ കോളത്തിന് നമ്മൾ, അതായത് ഒരു 1D അറേ 1 ഡയമെൻഷണൽ അറേ ആണത്, അത് നമ്മൾ 2 ഡയമെൻഷണൽ അറേ ആയിട്ട് കൺവേർട്ട് ചെയ്യുമായിരുന്നു ചെയ്തിരുന്നത്. സോ ഓക്കെ, അപ്പോൾ ഒരു കൺഫ്യൂഷൻ വേണ്ട. പിന്നെ നമ്മൾ നമുക്കിപ്പോൾ ഇവിടെ നമ്മൾ ഒന്നിക്കുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിവിടെ നമ്മൾ എടുക്കുന്ന ഡേറ്റ, ആ ഡേറ്റനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ കൊടുക്കുന്ന ഒരു ഡേറ്റ സെറ്റ്, ഫോർ എക്സാമ്പിൾ നമ്മളൊരു 100 ഡേറ്റാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. കുറച്ച് ഡേറ്റ ട്രെയിനിങ്ങിനായിട്ടും കുറച്ച് ഡേറ്റ ടെസ്റ്റിങ്ങിനായിട്ടും. സോ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് SQL-ൽ നിന്നുമാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഫംഗ്ഷനാണ് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് എന്നുള്ളത്. താഴോട്ട് നമ്മൾ പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവും. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ മീൻ സ്ക്വയർ എററും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, R² സ്കോറും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. മീൻ സ്ക്വയർ എറർ എന്ന് വെച്ചാൽ ആക്ച്വൽ വാല്യൂ ആൻഡ് പ്രഡിക്റ്റഡ് വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. R² എന്ന് പറയുന്നത് മോഡൽ എത്ര പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യുന്നു എന്ന് അതിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ്. സോ ദെൻ നമ്മൾ മാറ്റ്പ്ലോട്ട്ലിപ്പ്, നമുക്ക് പ്ലോട്ടിങ്ങിന് വേണ്ടിയിട്ട് മാറ്റ്പ്ലോട്ട്ലിപ്പിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. ഇനി നമ്മൾ നമ്മുടെ പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചെയ്യുന്നതൊക്കെ അവിടെ ഞാനവിടെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ജനറേറ്റ് സാമ്പിൾ ഡേറ്റ. സോ ഇവിടെ നമ്മളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്, np.random.seed_0. അത് തീറ്റയല്ല, 0 ആണ് കേട്ടോ. അത് ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ. അതായത് നമ്മൾ ഈ സീഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ റാൻഡം ആയിട്ട് നമ്പേഴ്സിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് സീഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പം നമ്മൾ ഓരോ പ്രാവശ്യം ട്രെയിൻ ചെയ്യുമ്പോൾ സെയിം ഡേറ്റ തന്നെ നമുക്ക് യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയാണ്, നമ്മളൊരു ഡൈസ്, നമ്മൾ ചുമ്മാ ഒരു ഡൈസ് ത്രോ ചെയ്താൽ ആദ്യം ത്രോ ചെയ്യുമ്പോൾ ഒരു നമ്പർ വരും, രണ്ടാമതൊരു നമ്പർ വരാം, 6 പ്രാവശ്യം ചെയ്യുമ്പോഴും വേണം റിപ്പീറ്റഡ് വരാം, അല്ലെ 6 ഡിഫറെൻറ്റ് വാല്യൂസും വരാം. ഇനി അടുത്ത ട്രയൽ ചെയ്യുമ്പം ആ സെയിം പാറ്റേൺ ഫോളോ ചെയ്യണം നിർബന്ധമുണ്ടോ? ഇല്ല. സോ അങ്ങനെ ഡിഫറെൻറ്റ് ഫോളോ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ട്രെയിനിങ്ങിനെയൊക്കെ അത് വേണമെങ്കിൽ ബാധിക്കും. കാര്യം പല പല വാല്യൂസ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനൊന്നും പറ്റാതാവും. സോ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഈ np.random.seed ഫംഗ്ഷൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ സീഡ് ഫംഗ്ഷൻ സെറ്റ് ചെയ്താലുള്ളൊരു ഗുണം ഇപ്പം ഞാൻ പറയാം. ഈ ഡൈസിൻ്റെ എക്സാമ്പിൾ തന്നെ പറയാം. നമ്മൾ ഡൈസ് റോൾ ചെയ്യാം. ഫസ്റ്റ് സീഡിൻ്റെ 0 സെറ്റ് ചെയ്ത് ഇനിഷ്യലൈസ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ത്രോയിൽ 1 വരുന്നു, സെക്കൻഡിൽ 2, തേർഡിൽ 3, ഫോർത്തിൽ 4, ഫിഫ്ത്തിൽ 5, സിക്സ്ത്തിൽ 6. അതായത് 1 2 3 4 5 6 എന്നുള്ള ഓർഡറിലാണ് വരുന്നതെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ ഈ ഡൈസ് റോൾ ചെയ്യുമ്പോൾ ആ സെയിം ഓർഡർ തന്നെ വരും. അതിന് വേണ്ടിയിട്ടാണ് സീഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സീഡ് യൂസ് ചെയ്താലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സീക്വൻസിൻ്റെ എന്താ പറയുക, ആ ഒരു സീക്വൻസ് നമുക്ക് എല്ലാ പ്രാവശ്യവും കീപ്പ് ചെയ്യാൻ പറ്റും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അതാണ് np.random.seed. റാൻഡമായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന, റാൻഡമായിട്ടാണ് നമ്മൾ നമ്പേഴ്സിനെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ നമ്പേഴ്സ് ചൂസ് ചെയ്യുന്ന റാൻഡം നമ്പേഴ്സ് എല്ലാ പ്രാവശ്യവും സെയിം നമ്പേഴ്സ് തന്നെ, ഇല്ല ആ സെയിം പാറ്റേൺ തന്നെ ഫോളോ ചെയ്യണം. ഇനി നമ്മൾ എത്ര ഡേറ്റാസ് ആണ് ചൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു 100 സാമ്പിൾസ് ആണ് നമ്മൾ എടുക്കുന്നത്. 100 സാമ്പിളിൽ 3 ഫീച്ചേഴ്സ് ഉണ്ട്. കാര്യം മൾട്ടി വേരിയബിൾ ആണല്ലോ.
അപ്പം നമ്മളൊരു 100 സാമ്പിളിനെ നമ്മളവിടെ റാൻഡമായിട്ട് ജനറേറ്റ് ചെയ്യുന്നു. 3 ഫീച്ചേഴ്സും അതിനുണ്ടായിരിക്കും. ദെൻ അടുത്തതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, y ഈസ് ഈക്വൽ ടു 2 പ്ലസ് 3 ഇൻറ്റു എക്സ് മെട്രിക്സ് സ്ക്വയർ ബ്രാക്കറ്റ് കോളൻ കോമ 0. ഈ കോളൻ കഴിഞ്ഞാണ് കോമ എങ്കിൽ അതവിടെ കൂടുതലും ചൂസ് ചെയ്യുന്ന റോയെ ആയിരിക്കും. കോമ കഴിഞ്ഞാണ് കോളൻ എങ്കിൽ അത് കോളമായിരിക്കും. അപ്പം അതൊന്ന് ഓർമ്മയിൽ വെക്കുക. അപ്പം ഇങ്ങനെ കൊടുത്താലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾ നോക്കിയ ബോക്സിനകത്ത് ഒരു 0, ദെൻ ഇവിടെ 1, പിന്നെ 2. നമ്മൾ എന്താ ഇവിടെ കൊടുത്തേക്കുന്നത്? 100 സാമ്പിൾസ് വിത്ത് 3 ഫീച്ചേഴ്സ്. അപ്പം ഫസ്റ്റ് കോളത്തിൽ ഒരു ഫീച്ചർ, സെക്കൻഡ് കോളത്തിൽ അടുത്ത ഫീച്ചർ, തേർഡ് കോളത്തിൽ അടുത്ത ഫീച്ചർ. മനസ്സിലായോ പറഞ്ഞത്? നമുക്ക് 3 കോളമായിട്ടായിരിക്കും നമ്മൾ 3 ഫീച്ചേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിൽ 0th ആണ് ഫസ്റ്റ് കോളം, രണ്ടാമത്തെ കോളം 1, മൂന്നാമത്തെ കോളം 2. പിന്നെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നെന്ന് വെച്ചാൽ, ഈ കോളം റെപ്രസെന്റ് ചെയ്യുന്ന കോളത്തിൽ, അതായത് 0 അല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ കോളത്തിൽ എല്ലാ റോസും, അതുപോലെ കോളൻ കോമ 1 എന്ന് പറഞ്ഞ രണ്ടാമത്തെ കോളത്തിലെ എല്ലാ റോസും, 2 കോളൻ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ കോളത്തിലെ എല്ലാ റോസും ചെക്ക് ചെയ്യാം. അതിനോടൊപ്പം എന്ത് ചെയ്യാനൂടെ പറയുന്നുണ്ട്? ഇതൊക്കെ നമ്മുടെ എക്സ് കോളംസ് ആണ് കേട്ടോ. എക്സ് അല്ലേ നമ്മുടെ ഇൻഡിപെൻഡന്റ് ആണ്. ആ എക്സ് കൊടുത്തിരിക്കുന്നതാണ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള 3 നമ്മുടെ ഫീച്ചേഴ്സും. ഇനി നമ്മൾ ഓരോന്നിനെയും ഓരോ വാല്യൂസ് വെച്ച് കോഎഫിഷ്യൻസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇവിടെ ആദ്യത്തെ കോളത്തിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, രണ്ടാമത്തെ 1.5, മൂന്നാമത്തെ 0.5. അതായത് നമുക്ക് വെയിറ്റേജ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോ ഈ 3 തന്നെ കൊടുക്കണം നിർബന്ധമില്ല. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിരിക്കും? ഇതൊരു 3 മടങ്ങായിട്ടായിരിക്കും വരുന്നത്. അങ്ങനെ 3 മടങ്ങായിട്ട് വരുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും യൂസ് ഉണ്ടായിരിക്കണം. ഇതിൽ നമ്മുടെ മോഡല് എന്തായിരിക്കണം? നല്ല ആക്യുറസി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഓരോ പ്രാവശ്യം ട്രെയിൻ ചെയ്യുമ്പം ഇനിയിപ്പോൾ എനിക്ക് സെക്കൻഡ് കോളത്തിലെ ഫീച്ചറിന്റെ ആക്യുറസി കൂട്ടണം, അതിൽ ആ ഫീച്ചറാണ് കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ അവിടുത്തെ സ്കോർ മാറ്റി കൊടുക്കാം. ഓക്കെ, ഇപ്പം നമ്മളിതിപ്പോൾ റാൻഡം ആയിട്ട് ഇങ്ങനെ തന്നെ വാല്യൂസ് കൊടുക്കണം എന്നൊരു നിർബന്ധമില്ല. ഒരു സാമ്പിൾ ആയിട്ട് നമ്മൾ കൊടുത്തന്നെ ഉള്ളൂ. ഇനി y ഇസ് ഈക്വൽ ടു 2+ എന്ന് കൊടുത്തിരിക്കുന്ന കണ്ടോ? ഇവിടെ 2+ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ ഇന്റർസെപ്റ്റിന്റെ വാല്യൂ ആണ്. അതായത് നമുക്ക് ആ ലൈൻ ഇന്റർസെപ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ y ഇസ് ഈക്വൽ ടു a പ്ലസ് a01 x1 a0 പ്ലസ് a02 ആ ഒരു രീതി നമ്മൾ കൊടുത്തില്ലേ? അപ്പൊ അതിലെ ഫസ്റ്റ് വാല്യൂ എ എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മൾ 2 സെറ്റ് ചെയ്യുക. അല്ലാത്ത പക്ഷം ഇത് എപ്പോഴും ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അങ്ങനെ കൊടുത്താൽ നമുക്ക് കൂടുതലും ഡേറ്റാസ് എല്ലാം 0 കടന്നു പോകുന്ന ആ പോയിന്റിലൂടെ കടന്നു പോവുകയും നമുക്ക് അതിനൊരു ഒറിജിനാലിറ്റി ഉണ്ടാവില്ല. സോ നമ്മൾ 2 ആഡ് ചെയ്യുന്നു. നമുക്ക് വേണമെങ്കിൽ വേറെ വാല്യൂസ് ആഡ് ചെയ്യും. 2 ആഡ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് ആഡ് ചെയ്യുന്ന ഇഷ്ടമുള്ള വാല്യൂസ് ആഡ് ചെയ്യാം. പ്ലസ്, അപ്പം അത്രയുമായി. ദെൻ പ്ലസ് NP ഇതാ ഇവിടെ കിടക്കുന്നത്, NP ഡോട്ട് റാൻഡം ഡോട്ട് റാൻഡ് n 100 ഇൻറ്റു 0.1. ഇവിടെ ശരിക്കും നമ്മൾ എടുക്കുന്ന ഈ ഡേറ്റനെ വിളിക്കുന്ന പേര് സിന്തറ്റിക് ഡേറ്റ എന്നാണ്. നമ്മൾ കൊടുക്കുന്ന ഡേറ്റയല്ല. കഴിഞ്ഞ ലീനിയർ റിഗ്രഷനിൽ നമ്മളൊരു ട്രെയിനിങ് സെറ്റ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമായിരുന്നു, ഇമ്പോർട്ട് ചെയ്യുമായിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ എന്താ, ഇപ്പൊ ഡേറ്റാനെ AI ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പൊ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഡേറ്റാസ് പക്ക ആക്യുറേറ്റ് ആയിരിക്കും അല്ലെ? അപ്പം അങ്ങനെയുള്ള കേസുകളിൽ നമുക്കത് റിയൽ വേൾഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ചിലപ്പം മിസ്മാച്ച് ഇല്ലെങ്കിൽ ഒരു വേരിയേഷൻസ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. കാര്യം റിയൽ വേൾഡിൽ ഡേറ്റയുടെ പ്രത്യേകത എന്താണ്? അതിനകത്ത് നോയിസ് ഉണ്ട്. സോ നമുക്ക് ആ ഒരു ആക്യുറസി അല്ലെങ്കിൽ ആ ഒരു റിയാലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ഒപ്പം, അതായത് നമ്മുടെ NP ഡോട്ട് റാൻഡം ഡോട്ട് റാൻഡ് ഓഫ് 100 വാല്യൂസ് നമ്മൾ ജനറേറ്റ് ചെയ്ത സാമ്പിൾ ഡേറ്റയോട് കുറച്ച് നോയിസ് ആഡ് ചെയ്യുന്നു. ആണ് 0.01 ആഡ് ചെയ്യുന്നത്. 0.02 ആഡ് ചെയ്യാം, ഏത് വേണേലും ആഡ് ചെയ്യാം. നമ്മൾ പ്രോഗ്രാമിൽ 01 ആണ് ആഡ് ചെയ്തേക്കുന്നത്. ഇനി നോക്കാം, ഞാൻ പറഞ്ഞ നമ്മളിവിടെ ട്രെയിനിങ് നമ്മൾ എടുക്കുന്ന ഈ ഡേറ്റ നമ്മളിപ്പം 100 സാമ്പിൾ ഡേറ്റാസ് ആണ് ക്രിയേറ്റ് ചെയ്തത് വിത്ത് 3 ഫീച്ചേഴ്സ്. അപ്പൊ ഇതില് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ട്രെയിനിങ് ഡേറ്റ ആയിട്ടും ടെസ്റ്റ് ഡേറ്റ ആയിട്ടും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അതിന്റെ കമാൻഡ് കൊടുക്കുകയാണ്, എക്സ്ട്രെയിൻ
എക്സ് ടെസ്റ്റ്, വൈ ട്രെയിൻ, വൈ ടെസ്റ്റ്. അതായത് എക്സ് ടെസ്റ്റും ചെയ്യുന്നുണ്ട്, ട്രെയിനും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വൈയുടെയും ടെസ്റ്റും ട്രെയിനും ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇവിടെ പറഞ്ഞ മുകളിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ആ ഒരു ഫംഗ്ഷൻ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുവാണ്. ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ്. ആരൊക്കെ സ്പ്ലിറ്റ് ചെയ്യണം? എക്സിനെ, ദെൻ വൈനെ. എന്നിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന കണ്ടോ, ടെസ്റ്റിന്റെ സൈസ് 0.2. ഫോർ എക്സാമ്പിൾ 100 സാമ്പിൾ ഡേറ്റ ഉണ്ടെങ്കിൽ അതിൽ 0.2 എന്ന് പറയുമ്പം 100ൽ 20 എണ്ണം ടെസ്റ്റിങ്ങിന് യൂസ് ചെയ്യുക. അതാണ് ടെസ്റ്റ് സൈസ് 0.2. അപ്പൊ ബാക്കി 80 എണ്ണം ഇതിനായിരിക്കും യൂസ് ചെയ്യുന്നത്, ട്രെയിനിങ്ങിനായിരിക്കും യൂസ് ചെയ്യുന്നത്. ദെൻ അത് കഴിഞ്ഞേച്ച് നമുക്ക് റാൻഡം സ്റ്റേറ്റ് ഇസ് ഈക്വൽ ടു 42. ഈ റാൻഡം സ്റ്റേറ്റ് ഇസ് ഈക്വൽ ടു 42 എന്ന് പറഞ്ഞാൽ അത് 42 തന്നെ എപ്പോഴും കൊടുക്കണം നിർബന്ധമില്ല. ഇത് പരമ്പരാഗതമായിട്ട് ഇത് കണ്ടുപിടിച്ച ആൾക്കാര് ആ 42 ആണ് കൊടുത്തിരുന്നത്. അപ്പൊ കൺവെൻഷനലി അതങ്ങ് യൂസ് ചെയ്ത് പോകുന്നുള്ളൂ. നിങ്ങൾക്ക് 30 യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് നമ്പർ വേണേലും റാൻഡം സ്റ്റേറ്റിന്റെ അവിടെ യൂസ് ചെയ്യും. അതെന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം 100 ഡേറ്റകളിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ 1 to 80 ട്രെയിനിങ്ങിനും 81 to 100 ടെസ്റ്റിങ്ങിന് യൂസ് ചെയ്യും. അടുത്ത പ്രാവശ്യം ഓരോ പ്രാവശ്യം നമ്മൾ ഒറ്റ പ്രാവശ്യമല്ല ട്രെയിനിങ്ങും ടെസ്റ്റിങ്ങും നടത്തുന്നത്, മൾട്ടിപ്പിൾ ടൈംസ് നടത്തുന്നത്. അപ്പൊ എല്ലാ പ്രാവശ്യവും ഈ സെയിം കാര്യം എടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു പോർഷനിൽ ഇംപ്രൂവ്മെന്റ് നടത്താൻ പറ്റുള്ളൂ. അതായത് ആദ്യം നമ്മൾ 1 തൊട്ട് 80 വരെയുള്ളവരെ ട്രെയിനിങ്ങിന് എടുത്തിട്ട് അടുത്ത പ്രാവശ്യം 20 തൊട്ട് 100 വരെയുള്ളവർ, 21 തൊട്ട് 100 വരെയുള്ളവരാണ് ട്രെയിനിങ്ങിന് എടുക്കുന്നെങ്കിൽ അവിടെ വ്യത്യാസവും വേരിയേഷൻസും വരും. കാര്യം കൊടുക്കുന്ന ഇൻപുട്സ് അവിടെ മാറി. സോ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റാൻഡം സ്റ്റേറ്റ് എടുക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ 42 എന്ന് കൊടുത്താൽ അതെടുക്കുന്ന ഒരു പാറ്റേൺ, എടുക്കുന്ന ആ ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടി എടുക്കുന്ന 20 വാല്യൂസ് ആയിരിക്കില്ല റാൻഡം സ്റ്റേറ്റിസ്റ്റിക്കൽ 30ക്ക് എടുക്കുന്നത്. അപ്പൊ ഒരു പാറ്റേൺ, അതായത് പല പാറ്റേൺസിൽ നമുക്ക് ഈ ടെസ്റ്റിന് വേണ്ടിയിട്ട് വാല്യൂസിനെ ചൂസ് ചെയ്യാം. അപ്പൊ അതേത് പാറ്റേൺ വരണമെന്നുള്ളത് ഇവിടെ കൊടുക്കുന്ന നമ്പേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും എന്നേ ഉള്ളൂ. അതായത് ഇന്ന പാറ്റേൺ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ആ റാൻഡമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. സോ കൺവെൻഷനലി അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇത് അവിടെ 42 യൂസ് ചെയ്തേ ഉള്ളൂ. റാൻഡം സ്റ്റേറ്റിസ്റ്റിക്കൽ 42 എന്തിനാ വെക്കുന്നതെന്ന് മനസ്സിലായല്ലോ. എല്ലാ പ്രാവശ്യവും നമ്മൾ എടുക്കുന്ന ട്രെയിനിങ് സെറ്റും ടെസ്റ്റും സെയിം ആയിരിക്കണം. അതായത് അതിൽ വേരിയേഷൻസ്, ടെസ്റ്റിനകത്ത് വരുന്ന വാല്യൂസ് ആയിരിക്കണം ആദ്യത്തെ ട്രെയിനിങ്ങിനെടുത്ത അതേ വാല്യൂസ് തന്നെ ആയിരിക്കണം രണ്ടാമതും മൂന്നാമതും എത്ര പ്രാവശ്യം ട്രെയിൻ ചെയ്യുന്നുണ്ടോ അത്രയും പ്രാവശ്യം എടുക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ മോഡലിന്, നമ്മൾ നേരത്തെ ലീനിയർ റിഗ്രഷനിൽ പറഞ്ഞ പോലെ തന്നെയാണ്. ലീനിയർ റിഗ്രഷൻ ഫംഗ്ഷന് നമ്മൾ മോഡൽ എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യുന്ന എക്സ് ട്രെയിനും വൈ ട്രെയിനെയും ഫിറ്റ് ചെയ്യുന്നു ആ മോഡലിലേക്ക്, മോഡൽ ഡോട്ട് ഫിറ്റ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ പ്രഡിക്ഷൻ നടത്തുവാണ് അല്ലെ. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ കുറച്ച് ട്രെയിനിങ് നടത്തും. ട്രെയിനിങ് നടത്തിയതിനു ശേഷം പുതിയൊരു വാല്യൂ കൊടുത്ത് നമ്മൾ പ്രഡിക്ഷൻ നടത്തും ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ടുള്ള നമ്മൾ പ്രഡിക്ഷന് വേണ്ടിയിട്ടുള്ള സെറ്റ് നമ്മൾ റെഡിയാക്കി വെക്കുന്നു. വൈ പ്രഡിക്റ്റ് വൈ പ്രെഡ് ഈക്വൽ ടു മോഡൽ ഡോട്ട് പ്രഡിക്റ്റ് ഓഫ് എക്സ് ടെസ്റ്റ്. അതായത് എക്സിന്റെ ഡേറ്റയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. അതെങ്ങോട്ട് സേവ് ചെയ്യും, വൈ പ്രഡിക്ഷൻ. കാര്യം എക്സിന്റെ വാല്യൂ വെച്ചിട്ടാണല്ലോ നമ്മൾ വൈനെ ജനറേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ രണ്ടെണ്ണം നമ്മൾ മീൻ സ്ക്വയറും ആർ സ്ക്വയർ വാല്യൂസും സെയിം. മീൻ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത വാല്യൂ ആക്ച്വൽ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് ആണ് മീൻ സ്ക്വയർ എറർ. ആർ സ്ക്വയർ സ്കോർ എന്ന് പറഞ്ഞാൽ എന്താ, എത്ര ഭംഗിയായിട്ട് എത്ര വൃത്തിക്കാണ് നമ്മുടെ മോഡല് ഫിറ്റ് ആകുന്നത്, അതായത് നമ്മുടെ പ്രഡിക്ഷൻ എത്ര ഭംഗിയായിട്ട് നമ്മുടെ മോഡലിൽ ഫിറ്റ് ആവുന്നുണ്ട് എന്നുള്ളത് ആർ സ്കോർ കാണിച്ചു തരും. ഇനി നോക്കാം എന്തുമാത്രം എഫക്റ്റീവ് ആണെന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ പ്രിന്റ് കോഎഫിഷ്യൻസ്. പ്രിന്റ് കോഎഫിഷ്യൻസ് മോഡൽ ഡോട്ട് കോഎഫിഷ്യൻ. അതായത് നമ്മൾ അവിടെ മോഡൽ എടുത്തില്ലായിരുന്നോ, അതായത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ 3 1.5 0.5 എന്ന് പറഞ്ഞ് നമ്മൾ 3 കോഎഫിഷ്യൻസിന്റെ കേസ് പറഞ്ഞില്ലേ. അപ്പൊ നമ്മൾ ഈ മോഡൽ എല്ലാം കൂടെ ചെയ്ത് കഴിയുമ്പോൾ ആ കോഎഫിഷ്യൻസ് എന്താന്നുള്ളത് ഭയങ്കര അക്യുറേറ്റ് ആയിട്ട്, അതായത് ഡെസിമൽ വാല്യൂസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് അതിനെ നമ്മൾ പ്രിന്റ് ചെയ്യിക്കുന്നേ ഉള്ളൂ. അപ്പൊ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മോഡൽ ഡോട്ട് കോഎഫിഷ്യൻ അണ്ടർസ്കോർ. ഇനി ഇന്റർസെപ്റ്റ്, ഈ പ്രിന്റിനകത്ത് ഇവിടെ കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ളതാണ് കൊടുക്കുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ് ആണ് കേട്ടോ. ഓക്കെ, ഇന്റർസെപ്റ്റ്
ഇനി ഇന്റർസെപ്റ്റ് വാല്യൂ നമ്മൾ 2+ എന്ന് കൊടുത്ത ആ വാല്യൂ ആയിരിക്കും അവിടെ പ്രിന്റ് ആകുന്നത്. ദെൻ മീൻ സ്ക്വയർ എറർ ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ അപ് ടു 0.4, അതായത് ഫ്ലോട്ടിംഗ് വാല്യൂസ് ആണ്, അപ് ടു ഡെസിമൽ പോയിന്റ്സ് 4 വരെ, അതിന്റെ ഫോർമാറ്റ് ആണത് കേട്ടോ. അപ് ടു 4 ഡെസിമൽ പോയിന്റ്സ് വരെ മാത്രം അത് പ്രിന്റ് ചെയ്താൽ മതി. എന്നിട്ട് ഡോട്ട് ഫോർമാറ്റ് ഓഫ് MSE, ഡോട്ട് ഫോർമാറ്റ് ഓഫ് R2. MSEയിലല്ലേ നമ്മൾ മീൻ സ്ക്വയർ MSEയിലല്ലേ നമ്മൾ മീൻ സ്ക്വയർ വാല്യൂ സേവ് ചെയ്തിരുന്നത്. സോ ഫോർമാറ്റ് ഓഫ് MSE എന്ന് കൊടുത്താൽ നമുക്ക് ആ വാല്യൂ പ്രിന്റ് ആവും. അതുപോലെ R2ൽ കൊടുത്ത വാല്യൂ ആ സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യും. ഇനി നമ്മളൊരു ജസ്റ്റ് ഒരു പ്രഡിക്ഷൻ കാണിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് റൺ ടൈമിൽ കൊടുക്കാം. അപ്പൊ അതിന് റൺ ടൈമിൽ കൊടുക്കാനായിട്ട് ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി. ഇതിപ്പോ നമ്മൾ കമ്പൈൽ ടൈമിൽ തന്നെ കൊടുക്കുവാണ്. ന്യൂ ഡേറ്റ, പുതിയൊരു ഡേറ്റ കൊടുക്കുവാണ്. സോ നമ്മൾ അറേ ആയിട്ടാണ് റീഡ് ചെയ്തെടുക്കുന്നത്. np.array ഓഫ് 0.05, 0.05, 0.05 3 ഫീച്ചേഴ്സിൽ, അതായത് 3 ഫീച്ചേഴ്സ് നമ്മൾ കൊടുത്തു. 3ന്റെയും വാല്യൂസ് സെയിം ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ന്യൂ ഡേറ്റാനെ എന്ത് ചെയ്യും, മോഡൽ പ്രെഡിക്റ്റ് ഫംഗ്ഷൻ വെച്ച് കോൾ ചെയ്യും. മോഡൽ പ്രെഡിക്റ്റ് ഫംഗ്ഷൻ വെച്ച് ന്യൂ ഡേറ്റനെ കോൾ ചെയ്യുന്നതിന് നമ്മൾ പ്രഡിക്ഷൻ എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ പ്രിന്റ് ചെയ്യുന്നു. അതായത് പ്രിന്റ് ഫോർ ഇത് നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ. നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് എന്ത് വേണേലും ഇതിനകത്ത് ടൈപ്പ് ചെയ്യാം. പ്രിന്റ് പ്രഡിക്ഷൻ 4.5.5.5, അതായത് നമ്മുടെ 3 വാല്യൂ പ്രഡിക്ഷൻ എന്താന്നുള്ളത്. വാല്യൂ എടുക്കുന്നത് പ്രഡിക്ഷൻ ഓഫ് 0യിൽ നിന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നാം, ഇവിടെ ജസ്റ്റ് പ്രഡിക്ഷൻ മാത്രമേ കൊടുത്തുള്ളൂ, പക്ഷെ ഇവിടെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 0 എന്ന് കൊടുത്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാല് മോഡൽ പ്രഡിക്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എപ്പോഴും ഡേറ്റനെ റിട്ടേൺ ചെയ്യുന്നത് അറേ ആയിട്ടാണ്. ഈവൻ അതിനകത്ത് ഒരു വാല്യൂ ഉള്ളേ പോലും അത് അറേ ആയിട്ടാണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ ആ റിട്ടേൺ ചെയ്യുന്ന അറേനെ നമ്മൾ റീഡ് ചെയ്യുന്നതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മൾ ഇൻഡെക്സ് 0 ആണ്. അപ്പൊ നമ്മൾ 0യിൽ നിന്ന് ഇവിടെ നമ്മൾ 0യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ പ്രഡിക്ഷൻ ഓഫ് 0 തൊട്ട് അവിടം തൊട്ടുള്ള വാല്യൂസിന്, അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ടുള്ള വാല്യൂസിന് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രഡിക്ഷൻ ഓഫ് 0 എന്ന് കൊടുത്തത്. നമ്മുടെ ഈ കേസിൽ നമ്മൾ ഒറ്റ ഡേറ്റയെ കൊടുത്തിട്ടുള്ളൂ, അല്ലെ, ഒറ്റ ഫീച്ചറെ കൊടുത്തിട്ടുള്ളൂ, ഒറ്റ ഡേറ്റയെ കൊടുത്തിട്ടുള്ളൂ. അപ്പം നമുക്ക് എന്താ കാണുള്ളൂ, ഒറ്റ വാല്യൂയെ പ്രെഡിക്റ്റ് ചെയ്ത് വരാനേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിനെ പ്ലോട്ട് ചെയ്യാൻ പോവാണ്, ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പോവാണ്. പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലോട്ട് ഡോട്ട് ഫിഗർ, അതായത് നമ്മുടെ ആ ഒരു പ്ലോട്ട് വരുന്നത് നമ്മുടെ ഇതിപ്പോ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സൈസ് കണ്ടോ, ഈ റെക്റ്റാങ്കിളിന്റെ ഈ ഒരു സൈസ് എത്രയാണെന്ന് ഉള്ളത് നമ്മളിവിടെ പറയുവാണ്. അതായത് നമ്മുടെ ഫിഗറിന്റെ സൈസ് 12ഉം 5ഉം ആയിരിക്കണം. ഡയമെൻഷൻസ് പറഞ്ഞു കൊടുക്കണം, അത്രേ ഉള്ളൂ. അത് കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി പ്രെഡിക്റ്റഡ് വേഴ്സസ് ആക്ച്വൽ പ്ലോട്ട്, അതായത് നമ്മുടെ ആ പ്ലോട്ടിന്റെ ഡീറ്റെയിലിംഗ് കൊടുക്കുവാണ്. ഇവിടെ പ്ലോട്ട് ഡോട്ട് സബ് പ്ലോട്ട് ഓഫ് 1 to 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ആ 1 to 1 സബ് പ്ലോട്ട് എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ എക്സാമ്പിൾ ആയിട്ട് പറയാം. എനിക്ക് ഒരു പേപ്പർ എടുത്തു. ആ പേപ്പറിൽ ഞാൻ ഒറ്റ റോ 2 കോളവും ഉള്ള 2 കോളമായിട്ട് ഡിവൈഡ് ചെയ്തു. അല്ലെങ്കിൽ ഞാനൊരു ബോക്സ് വരച്ചു. ആ ബോക്സിൽ ഒരു റോയും 2 കോളവും, എന്നിട്ട് ആദ്യത്തെ കോളത്തിൽ ഞാൻ ഫിഗർ വരയ്ക്കാൻ പോവാണ്. അതാണ് നമ്മുടെ പ്ലോട്ട് ഡോട്ട് സബ് പ്ലോട്ട് 1 to 1 കൊണ്ട് മീൻ ചെയ്യുന്നത്. ആ പ്ലോട്ട് ഡോട്ട് സബ് പ്ലോട്ടിനകത്ത് 1 എന്ന് പറയുന്ന നമ്പർ റെപ്രസെന്റ് ചെയ്യുന്ന എത്ര റോയുണ്ട്, 2 എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന എത്ര കോളമുണ്ട്, 1 റെപ്രസെന്റ് ചെയ്യുന്ന എത്രാമത്തെ സബ് പ്ലോട്ടാണ്, ഇത് ഒന്നാമത്തെ കോളമാണോ രണ്ടാമത്തെ കോളമാണോ, അല്ലെങ്കിൽ അതായത് ഇപ്പൊ 1 to 1 എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ്, ഒരു റോ 2 കോളം ആദ്യത്തേനകത്ത് പ്ലോട്ട് ചെയ്തിരിക്കണം, കറണ്ട് സബ് പ്ലോട്ട്. അപ്പം ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്മൾ പ്ലോട്ട് കൗണ്ട് ചെയ്യുന്നത്. അപ്പം ലെഫ്റ്റ് മോസ്റ്റിലായിരിക്കും നമ്മൾ പ്ലോട്ട് വരയ്ക്കുക, റൈറ്റ് അവിടെ വേക്കൻ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ നമുക്കത് മാറ്റാം. നമ്പർ ഓഫ് റോസും കോളംസും ഒക്കെ നമുക്ക് ഡിഫറെന്റ് കൊടുക്കാം, അതൊന്നും പ്രശ്നമില്ല. ഇനി അത് കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. ഞാൻ ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തതേ ഉള്ളൂ, ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമ്മുടെ വൈ ടെസ്റ്റും വൈ പ്രഡിക്ഷനും. വൈ ടെസ്റ്റും വൈ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത വൈയും നമ്മുടെ പ്രഡിക്ഷൻ വൈയും നമ്മൾ എന്ത് ചെയ്യുന്നു, സ്കാറ്റർ ചെയ്യുന്നു.
അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്ത ഡേറ്റ ഉണ്ട്, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത ഡേറ്റാസിൽ നമ്മൾ സ്കാറ്റർ പ്ലോട്ട് അവിടെ ഡോട്ട് 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 ആയിട്ട് ആ ഗ്രാഫിൽ നിങ്ങൾക്ക് കാണാം. നമ്മൾ അതെല്ലാം കൂടെ അങ്ങോട്ട് പ്ലോട്ട് ചെയ്യുവാണ്. കണ്ടോ? ഇപ്പൊ ഒത്തിരി ഡേറ്റ കൊടുത്തിട്ടില്ല, ആ 100 ഡേറ്റ അല്ലേ ഉള്ളൂ. അപ്പോൾ 1000 ഒക്കെ ആകുമ്പോൾ ഡോട്ടിന്റെ എണ്ണം കൂടും. എന്നിട്ട് ഓക്കെ, എവിടെ പറഞ്ഞേ, സ്കാറ്റർ ചെയ്യുന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് വൈ ടെസ്റ്റ് മിൻ, വൈ ടെസ്റ്റ് മാക്സ്, വൈ ടെസ്റ്റ് മിൻ ആൻഡ് വൈ ടെസ്റ്റ് മാക്സ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പ്ലോട്ടിന്റെ ഫീച്ചേഴ്സ് കൊടുക്കാൻ. ആദ്യത്തെ വൈ ടെസ്റ്റ് മിന്നും വൈ ടെസ്റ്റ് മാക്സും എക്സ് ആക്സിസ് ആണ്, അതിന്റെ ആക്ച്വൽ വാല്യൂസ്. അതായത് വൈ ടെസ്റ്റ് മിന്ന് വൈ ടെസ്റ്റ് ഡോട്ട് മിൻ ഫംഗ്ഷൻ, വൈ ടെസ്റ്റ് ഡോട്ട് മാക്സ് ഫംഗ്ഷൻ. ഇത് നമ്മുടെ എക്സ് ആക്സിസിലായിരിക്കും പ്ലോട്ട് ചെയ്യുക. അതായത് ആദ്യത്തെ വാല്യൂ എക്സ് ആക്സിസിലും രണ്ടാമത് കൊടുക്കുന്ന വൈ ആക്സിസിലും ഉള്ള രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. 2 സ്ക്വയർ ബ്രാക്കറ്റിനകത്തല്ലേ കിടക്കുന്നത്. അത് നോക്കിയേ, ഈ ഒരു സംഭവം എക്സ് ആക്സിസിലായിരിക്കും. ആദ്യത്തെ എക്സ് ആക്സിസ്, ദെൻ നെക്സ്റ്റ് വൺ വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്യുന്നു. എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്യുന്നത് നമ്മൾ ആക്ച്വൽ വാല്യൂസ് ആണ്. വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്യുന്നത് നമ്മൾ പ്രഡിക്റ്റഡ് വാല്യൂസ് ആണ്. ഇത് രണ്ടും നമ്മൾ മുകളിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, വൈ പ്രഡിക്റ്റും നമ്മൾ ഒരൊറ്റ ഫംഗ്ഷൻ ആയിട്ട് എഴുതി ഓർക്കുന്നുണ്ടോ? അതിനകത്ത് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? വൈ പ്രഡിക്ഷൻ മോഡൽ ഡോട്ട് പ്രഡിക്റ്റ് ഓഫ് എക്സ്. കണ്ടോ? ഇവിടെ നമ്മൾ ഓൾറെഡി എക്സിൽ അപ്ലൈ ചെയ്യുന്ന വാല്യൂ ആണ് ഈ വൈ പ്രഡിക്റ്റ് കൊടുക്കുന്നത്. കൺഫ്യൂഷൻ വരാൻ എന്തുകൊണ്ട് രണ്ടിലും വൈ പ്രഡിക്റ്റ് വന്നു എന്നുള്ളത്. അപ്പൊ അതിന്റെ ഡൗട്ട് ഇത്ര, അത് ക്ലാരിഫിക്കേഷൻ ഇത്രേ ഉള്ളൂ. ഇവിടെ നോക്കി, ഈ എക്സില് നമ്മൾ പ്രഡിക്ഷൻ നടത്തിയതാണ് ഈ വൈയിൽ വരുന്ന വാല്യൂ. ഒരെണ്ണം തന്നെ വൈയുടെ ആക്ച്വൽ വാല്യൂ ആണ്. അപ്പം ആ 2 കേസുകളാണ് ഇവിടെ താഴെ വന്നേക്കുന്നത്. വൈ അണ്ടർസ്കോർ ടെസ്റ്റ് ഡോട്ട് മിന്നും വൈ ടെസ്റ്റ് ഡോട്ട് മാക്സും. രണ്ടാമത്തെ കേസിൽ ആക്ച്വൽ വാല്യൂസും കൊടുക്കുന്നു. ഇനി നോക്കിയേ, അടുത്തത് ആ ലൈനിന്റെ കളർ എങ്ങനെയായിരിക്കണം, ആ ലൈൻ വരയ്ക്കുന്നത് എങ്ങനെയായിരിക്കണം. നിങ്ങൾ ആ ഫിഗറിലോട്ടൊന്ന് നോക്കിയേ, റെഡ് ലൈനാണ്. എന്നിട്ട് എന്താ കൊടുത്തിരിക്കുന്നത്? ഡാഷ് ഡാഷ്. അത് തന്നെയല്ലേ എവിടെയും കൊടുത്തേക്കുന്നത്. ആർ റെപ്രസെന്റ്സ് ദ കളർ ഓഫ് ദ ലൈൻ റെഡ്. എന്താ ഡാഷ് ഡാഷ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? ഡാഷ്ഡ് ലൈൻ ആയിരിക്കണം. നിങ്ങൾക്ക് ഡോട്ട് വേണമെങ്കിൽ ഡോട്ട് കൊടുക്കാം. നമുക്ക് പല ഫോർമാറ്റ്സ് ഉണ്ട്. അത് അപ്പം എങ്ങനെയാണോ ലൈൻ, ഒരു ഡോട്ടും ഒരു ഡാഷും ആണ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇനി റെഡിന് പകരം ഗ്രീൻ വേണമെങ്കിൽ ജി കൊടുക്കാം, വൈ വേണമെങ്കിൽ യെല്ലോ കൊടുക്കാം. അതെല്ലാം കളേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. എന്നിട്ട് ഇത് നോക്കിയാൽ LW എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫോം ആണ്, ലൈൻ വിഡ്ത്ത്. ആ ലൈനിന്റെ വിഡ്ത്ത് 2 ആണ്. നമുക്ക് ആ വിഡ്ത്ത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുവാണ് 2. നിങ്ങൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇതിലൊക്കെ വേരിയേഷൻസ് നിങ്ങൾ വരുത്തി നോക്കുമ്പോൾ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. ഇനി എന്നിട്ട് എക്സ് ലേബൽ, വൈ ലേബൽ. എക്സ് ലേബൽ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിന് കൊടുക്കുന്ന പേര്, അതാണ് എക്സ് ലേബൽ. ഇവിടെ എന്താണ്? ആക്ച്വൽ വാല്യൂസ്. നോക്കിയാൽ അവിടെ അങ്ങനെയാണോ കൊടുത്തേക്കുന്നത്? അതെ, എക്സ് ലേബലിന് ആക്ച്വൽ വാല്യൂസ്. ഇനി വൈ ലേബൽ, അതായത് വൈ ആക്സിസിന്റെ പേര് കൊടുക്കുന്ന ലേബൽ, വൈ ആക്സിന് കൊടുക്കുന്ന പേര് പ്രഡിക്റ്റഡ് വാല്യൂസ്. നമ്മൾ അവിടെ അതാണ് കൊടുത്തേക്കുന്നത്. ഇനി അടുത്തത് എന്താണ്? ടൈറ്റിൽ. ടൈറ്റിൽ എന്തായിരുന്നു? പ്രഡിക്റ്റഡ് വേഴ്സസ് ആക്ച്വൽ. എന്നിട്ട് നമ്മൾ അതിനെ ടൈറ്റ് ലേഔട്ട് കൊടുക്കുക. പ്ലോട്ട് ഡോട്ട് ടൈറ്റ് ലേഔട്ട് ഫംഗ്ഷൻ ആൻഡ് പ്ലോട്ട് ഡോട്ട് ഷോ. ടൈറ്റ് ലേഔട്ട് കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, കാര്യം നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു പക്കം എന്തായിട്ട് വരും? നമ്മൾ പറഞ്ഞ ആ ഒരു ഡയമെൻഷനിൽ ആ സംഭവം എല്ലാം സെറ്റായിട്ട് വരും. നമ്മളിവിടെ ലെജൻഡ് സെറ്റ് ചെയ്തില്ല. ലെജൻഡ് സെറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ ബ്ലൂ ഡോട്ട് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അതുപോലെ റെഡ് ഡാഷ് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കിവിടെ ഗ്രാഫിനകത്ത് ഒരു ബോക്സിൽ വന്നേനെ. ലീനിയർ റിഗ്രഷനിലെ ഇതിന് തൊട്ട് മുമ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലീനിയർ റിഗ്രഷനിൽ നിങ്ങൾക്ക് അത് കാണാം. ഇനി ലെജൻഡ് ഇവിടെ കൊടുക്കുവാണെങ്കിൽ ആ സംഭവം കൂടെ നമുക്ക് ഔട്ട്പുട്ടിൽ വരും. ഓക്കെ, ഇത്രേ ഉള്ളൂ മൾട്ടി വേരിയബിൾ റിഗ്രഷൻ എന്ന് പറയുന്ന പ്രോഗ്രാം.